ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഒന്ന് ചെവന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനി അവിടെ ഇരുന്ന് വേവിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, ചിക്കൻ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായി ചുവന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്ക് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ വന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, ചിക്കനെയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കാം. ഇതിൽ കൊള്ളൂല, ഇനി പാത്രം വേറെ മാറ്റാനാണ് പോണത്. ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കിനും ഇതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ചിക്കൻ ഇനി ഒരു 20 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ചിക്കൻ കറിയാണ്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം എടുക്കണം. ഇത് നല്ല കുറുകിയ ചാറായിട്ട് വരും. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.